ഇന്നേ ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ ക്ലയൻറ്റിനുണ്ടായ ഒരു യഥാർത്ഥ അനുഭവമാണ് ജോസിച്ചിൻ്റെയും തുമ്പിച്ചിൻ്റെയും കഥയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായി കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. ചെറിയ ലാഭത്തിന് വേണ്ടി ഓൺലൈൻ ഡിസ്കൗണ്ട് ബ്രോക്കർ വഴി നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ജോസിച്ചൻ. അങ്ങനെയിരിക്കെ 2021 പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന് അദ്ദേഹം മരണപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം 1 കോടിയിലധികം രൂപ ഓൺലൈൻ ആപ്പ് വഴി നിക്ഷേപം നടത്തിയിരുന്നെങ്കിലും വളരെ കഷ്ടപ്പെട്ട് 1.5 വർഷം നീണ്ട നിരന്തര ഫോളോ അപ്പിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വൈഫിന് ഈ തുക തിരികെ ലഭിക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഓൺലൈനായി നിക്ഷേപം നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആർക്കെല്ലാം വേണമെങ്കിൽ ഓൺലൈൻ ആപ്പുകൾ വഴി നിക്ഷേപിക്കാം? എന്ത് എക്സ്ട്രാ ബെനിഫിറ്റാണ് ഒരു അഡ്വൈസർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ മുഖേന നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ താങ്കൾക്ക് ലഭിക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്പിച്ച ടിപ്സ് പവേർഡ് ബൈ ഡയസ് അക്കാഡമി. മൈ നെയിം ഈസ് പ്രിംസൺ ഡയസ്. തൊമ്പിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഒരു ഫിനാൻഷ്യൽ കോച്ച് എന്ന നിലയിൽ കഴിഞ്ഞ 17 വർഷത്തിനിടെ ആയിരക്കണക്കിന് നിക്ഷേപകരുമായി അടുത്തിടപഴകുവാനുള്ള അവസരം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അതിലൂടെ എനിക്ക് ലഭിച്ച അനുഭവങ്ങളാണ് ചെറിയ മാറ്റങ്ങളോടെ ജോസിച്ചിൻ്റെയും തുമ്പിച്ചിൻ്റെയും കഥകളിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ മുംബൈയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റിനുണ്ടായ ഒരു ദുരനുഭവം ഷെയർ ചെയ്യുകയുണ്ടായി. ഈ തരത്തിലുള്ള അവസ്ഥ ആർക്കും വരാതിരിക്കുവാനാണ് ഈ അനുഭവം ഈ കഥയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. എല്ലാ 1-ാമത്തെയും 3-ാമത്തെയും ശനിയാഴ്ചകളിൽ മികച്ച ഫിനാൻഷ്യൽ ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സൗജന്യ വെബിനാറുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും ഞങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെയും താങ്കൾ ആ ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അംഗമാകുക. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടത്തിൽ മ്യൂച്വൽ ഫണ്ടിലോ ഷെയറിലോ ഇൻഷുറൻസിലോ ഒരു അഡ്വൈസറിൻ്റെയോ ഡിസ്ട്രിബ്യൂട്ടറുടെയോ സഹായമില്ലാതെ വളരെ എളുപ്പത്തിൽ നിരവധി ആപ്പുകൾ വഴി നിക്ഷേപിക്കാൻ സാധിക്കും. ഇങ്ങനെ നിക്ഷേപിക്കുമ്പോൾ നാളെ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ തുക അവകാശിക്ക് ലഭിക്കുക എന്നത് അത്ര എളുപ്പമാണോ? അല്ല എന്നാണ് പലരുടെയും അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നത്. ആ തരത്തിലുള്ള ഒരു യഥാർത്ഥ അനുഭവമാണ് ചെറിയ മാറ്റങ്ങളോടുകൂടി ഈ കഥയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ തരത്തിലുള്ള എന്തെങ്കിലും ദുരനുഭവം നിങ്ങൾക്കുണ്ടായിട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്നതിന് വേണ്ടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എഞ്ചിനീയറാണ് ജോസിച്ചൻ. 2000 ജോസിച്ചൻ തൻ്റെ പഴയ സഹപാഠിയായിരുന്ന മേരിക്കുട്ടിയെ വിവാഹം കഴിച്ചു. മേരിക്കുട്ടിക്ക് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായതുമൂലം പ്രീ ഡിഗ്രിക്ക് ശേഷം തുടർന്ന് പഠിക്കുവാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മേരിക്കുട്ടി ഒരു വീട്ടമ്മയായി തന്നെ വീട്ടിൽ ഒതുങ്ങിക്കൂടി. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കൾ ഉണ്ടാകാത്തത് മൂലം തൻ്റെയും മേരിക്കുട്ടിയുടെയും റിട്ടയർമെൻറ്റിന് വേണ്ടി 2010 മുതൽ ജോസിച്ചൻ മ്യൂച്വൽ ഫണ്ടിലും ഓഹരികളും നിക്ഷേപിച്ചു തുടങ്ങിയിരുന്നു. തുടക്കത്തിൽ അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ ബ്രോക്കർ വഴിയാണ് നിക്ഷേപിച്ചിരുന്നതെങ്കിലും പിന്നീട് ന്യൂ ജനറേഷൻ ആപ്പുകൾ വന്നപ്പോൾ ചെറിയ ലാഭത്തിനു വേണ്ടി ഈ നിക്ഷേപങ്ങളെല്ലാം ആ ആപ്പിലേക്ക് മാറ്റി. എന്നാൽ ജോസിച്ചൻ്റെ പക്കൽ അത്യാവശ്യം നല്ല നിക്ഷേപമുണ്ടായപ്പോഴും ഭാര്യ മേരിക്കുട്ടിക്ക് ഭർത്താവ് എവിടെയോ എന്തോ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ എവിടെ, എന്ത്, എത്ര തുക എന്നതിനെക്കുറിച്ചൊന്നും ഒരു അറിവും ഉണ്ടായിരുന്നില്ല. കൊറോണ കാലഘട്ടം നമുക്ക് നിരവധി ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും നൽകിയ കാലഘട്ടമായിരുന്നു. ആ തരത്തിൽ തീർക്കാനാവാത്ത ഒരു നഷ്ടം നൽകിക്കൊണ്ടാണ് കൊറോണ മേരിക്കുട്ടിയുടെ ജീവിതത്തിൽ നിന്നും പിൻവാങ്ങുന്നത്. 2021 തൻ്റെ ഏക ആശ്രയമായിരുന്ന ജോസിച്ചൻ കൊറോണ ബാധിച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ഈ സംഭവം മേരിക്കുട്ടിയെ മാനസികവും ശാരീരികവുമായി വളരെ തളർത്തി. 2-3 മാസങ്ങൾ തന്നെ വേണ്ടി വരുന്നു അതിൽ നിന്ന് അല്പം റിക്കവർ ചെയ്യുവാൻ. ഒരു വശത്ത് ഭർത്താവിൻ്റെ മരണവും മക്കളും ഇല്ലാത്തതുമൂലം ഏകാന്തമായ അവസ്ഥ, മറുവശത്ത് വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാത്തതുമൂലം ഇതുവരെയും ജോലിക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ ജീവിക്കും എന്ന ചോദ്യം. എന്നാൽ മേരിക്കുട്ടിയുടെ ഏക പ്രതീക്ഷ
ഭർത്താവ് എവിടെയോ എന്തോ ചെയ്തിട്ടുണ്ട്, അത് ലഭിച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾ നടത്താം. എന്നാൽ എവിടെ, എന്ത്, എത്ര തുക എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും മേരിക്കുട്ടിക്ക് ഇല്ലായിരുന്നു. അങ്ങനെയാണ് മേരിക്കുട്ടി സുഹൃത്തായ തൊമ്മിച്ചനെ വിളിക്കുന്നത്. തൊമ്മിച്ചൻ കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായിരുന്നു. ദൈവാനുഗ്രഹത്താൽ ജോസിച്ചിൻ്റെ മൊബൈലിൽ ഇമെയിൽ ഓപ്പൺ ആയിരുന്നതിനാൽ ഇമെയിലിൽ വന്ന കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു നോക്കിയപ്പോൾ ജോസിച്ചൻ്റെ പക്കൽ ഏകദേശം 1.25 കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നും ജോസിച്ചൻ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ് കമ്പനി വഴിയാണ് നിക്ഷേപിച്ചിരിക്കുന്നതും എന്ന് മനസ്സിലായി. തുടക്കത്തിൽ നിരവധി തവണ അവർ ആപ്പിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചെങ്കിലും ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. തുടർന്ന് തൊമ്മിച്ചൻ ജോസിച്ചിൻ്റെ മെയിലിൽ നിന്നും ആപ്പ് കമ്പനിയുടെ കസ്റ്റമർ സപ്പോർട്ട് മെയിലിലേക്ക് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് ഒരു മെയിൽ അയച്ചു. പിറ്റേ ദിവസം അടുത്ത 15 ദിവസത്തിനുള്ളിൽ ഇതിനുള്ള സൊല്യൂഷൻ നൽകുന്നതായിരിക്കും എന്നൊരു മെയിൽ ലഭിച്ചു. തുടർന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു റെസ്പോൺസും ഇല്ലാതിരുന്നതുകൊണ്ട് വീണ്ടും മെയിൽ അയച്ചു. ആ സമയത്തും അവർക്ക് ലഭിച്ച മറുപടി 2 ആഴ്ച മുമ്പ് ലഭിച്ച അതേ മറുപടി തന്നെയായിരുന്നു. അങ്ങനെ 3 മാസത്തിനിടെ നിരവധി തവണ ഈ തരത്തിൽ മെയിലിലൂടെ കോൺടാക്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചെങ്കിലും വ്യക്തമായ ഒരു മറുപടിയും അവർക്ക് ലഭിച്ചില്ല. എന്നതും മാത്രമല്ല, ജോസിച്ചിൻ്റെ നിക്ഷേപം മുഴുവൻ ഡിമാറ്റ് ഫോർമാറ്റിലായിരുന്നതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നേരിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ചെന്ന് പ്രോസസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതും സാധിച്ചില്ല. മാസങ്ങൾ കഴിഞ്ഞു. ഈ തുക ലഭിക്കാത്തത് മൂലം വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന തൻ്റെ സുഹൃത്തിൻ്റെ ദയനീയ അവസ്ഥ കണ്ട് രണ്ടും കൽപ്പിച്ച് മുംബൈയിലേക്ക് പോകുവാൻ തൊമ്മിച്ചൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോൾ കോൾ സെൻറ്റർ പോലെയുള്ള ഒരു ഓഫീസ് സംവിധാനമാണ് കണ്ടത്. അവിടെ ഒന്ന് കയറി പറ്റാൻ തന്നെ തൊമ്മിച്ചൻ വളരെയധികം വിഷമിച്ചു. അവസാനം അകത്ത് കയറി കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ കുറേ ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് കൊറിയർ ചെയ്ത് കൊടുത്താൽ മതി, ഞങ്ങൾ പ്രോസസ്സ് ചെയ്തു തരാം എന്ന് പറഞ്ഞു. നാട്ടിൽ തിരിച്ചെത്തി അതെല്ലാം ശരിയാക്കി കൊറിയർ ചെയ്തു കൊടുത്തു. അതിനുശേഷം നിരവധി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു റെസ്പോൺസും ഇല്ലാതായപ്പോൾ വീണ്ടും തൊമ്മിച്ച് മുംബൈയിലേക്ക് പോയി. ഇങ്ങനെ 1.25 വർഷത്തിനിടെ 3 തവണ മുംബൈയിൽ പോയതിന് ശേഷമാണ് ഈ തുക മേരിക്കുട്ടിക്ക് ലഭിക്കുന്നത്. ആ സമയത്ത് മേരിക്കുട്ടി അനുഭവിച്ച ടെൻഷൻ വിവരിക്കാനാവാത്തതാണ്. ഇവിടെ തൊമ്മിച്ചൻ എന്നൊരു വ്യക്തി ഇല്ലാതിരുന്നെങ്കിൽ മേരിക്കുട്ടിയുടെ അവസ്ഥ എന്താകുമായിരുന്നു? തൊമ്മിച്ചൻ ചെയ്തതുപോലെ ഒറ്റയ്ക്ക് മുംബൈയിൽ പോയി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരുവാൻ മേരിക്കുട്ടിക്ക് സാധിക്കുമായിരുന്നു? ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെയാകുമ്പോൾ ജോസിച്ചൻ്റെ ഇത്രയും വർഷത്തെ അധ്വാനവും കരുതലും വെറുതെ ആകുമായിരുന്നില്ലേ? പല കണക്കുകളും പറയുന്നത് ഈ തരത്തിൽ അവകാശികളില്ലാതെ ഇൻഷുറൻസ് കമ്പനിയിലും ബാങ്കിലും മറ്റും ലക്ഷക്കണക്കിന് കോടി രൂപയാണ് കെട്ടിക്കിടക്കുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ എല്ലാം അവകാശികൾ 10 കാശില്ലാതെ തെണ്ടിത്തിരിയുന്നുണ്ടായിരിക്കാം. ചെറിയ അബദ്ധത്തിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു എന്ന കാര്യം മറക്കരുത്. അടുത്തതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഇത്രയും വർഷത്തിനിടെ ഞങ്ങളുടെ 5 കസ്റ്റമേഴ്സാണ് മരണമടഞ്ഞത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇതിൽ പലരുടെയും നോമിനി വളരെ ക്വാളിഫൈഡും മികച്ച സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുമായിരുന്നു. എന്നാൽ ഒരു മിക്ക നോമിനിക്കും അവരുടെ ഭർത്താവ് എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അവർക്ക് ആകെ അറിയാവുന്നത് അവരുടെ ഭർത്താവ് ഞങ്ങൾ വഴിയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നത് മാത്രമാണ്. ഭർത്താവ് മരിച്ചപ്പോൾ അവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും ഞങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് കൊടുക്കുകയും എത്രയും വേഗത്തിൽ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഞങ്ങളുടെ ഗോൾഡ് പ്ലാറ്റിനം കസ്റ്റമേഴ്സിൻ്റെ നോമിനിക്ക് ഞങ്ങളുമായി നേരിട്ട് ബന്ധം ഉണ്ടാകുന്നതിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ നിക്ഷേപകനും ആ നിക്ഷേപകൻ്റെ നോമിനിയും അതോടൊപ്പം ഞങ്ങളുടെ ടീമിലുള്ള ജനറൽ മാനേജർ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്മ്യൂണിക്കേഷനും നിക്ഷേപകനും അദ്ദേഹത്തിൻ്റെ നോമിനിക്കും വ്യക്തമായി അറിയുവാൻ സാധിക്കും. എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ഞങ്ങളുടെ ടോപ്പ് മാനേജ്മെൻറ്റ് വരെ എത്തിപ്പെടാവുന്നതാണ്. അടുത്തതായിട്ട് ആർക്കെല്ലാം ആപ്പുകൾ വഴി നിക്ഷേപിക്കാം എന്ന് ചോദിച്ചാൽ, ഇതുവരെ മ്യൂച്വൽ ഫണ്ടുകളൊന്നും നിക്ഷേപിക്കാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നതിന് വേണ്ടി വേണമെങ്കിൽ ചെറിയ നിക്ഷേപങ്ങൾ ഈ തരത്തിലുള്ള ആപ്പുകൾ വഴി ചെയ്യാം. എന്നാൽ നിങ്ങൾ നിക്ഷേപാസ്തി കൂടുമ്പോൾ
ചെറിയ മിസ്റ്റേക്കിന് പോലും വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെയോ അഡ്വൈസറിനെയോ കണ്ടെത്തി നിക്ഷേപിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കഴിഞ്ഞ വർഷം PGIM മ്യൂച്വൽ ഫണ്ടിൻ്റെ CEO-യുമായി ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക. നമുക്ക് ഒരു 100 രൂപ നമ്മുടെ വെൽത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ 2 ലക്ഷം 3 ലക്ഷം നമുക്ക് തന്നെ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കാന്നുള്ള. പക്ഷെ ഒരു 10, 20, 30, 50 ലക്ഷം എത്തുമ്പോൾ നമ്മൾ സ്വന്തം ചെയ്യണോ അതോ നമ്മളൊരു എക്സ്പേർട്ടിനെ പിടിക്കണോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയാണ് വരുന്നത്. എൻ്റെ കണക്കിൽ അവിടെ ഒരു അഡ്വൈസറും എക്സ്പേർട്ടും വേണം. അതുകൊണ്ട് എൻ്റെ ഗോൾസിന് ഒരു പ്രശ്നമില്ല. എനിക്ക് ഒരു കാര്യം ചിന്താഗതി ഇല്ല, കാശ് ഉണ്ടാവുമോ ഉണ്ടാവില്ലേ. എനിക്കറിയാം എൻ്റെ അഡ്വൈസർ അത് ശരിക്കും മാനേജ് ചെയ്യുന്നുണ്ട്. ആ ഗോൾസ് മാത്രമേ എനിക്ക് ഫോളോ ചെയ്യുള്ളൂ. ഏത് ഫണ്ടിൽ ഇട്ടു എന്നൊന്നും എനിക്കൊരു കാര്യമില്ല. നമ്മൾ നിക്ഷേപം നടത്തുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ജോസിൻ്റെ കുടുംബത്തിന് എന്താണ് സംഭവിച്ചത്? വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുകയല്ലേ ചെയ്തത്? അവിടെ തുമ്പിച്ചനില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ? നിങ്ങൾ അവിടെ ഇവിടെയെല്ലാം നിക്ഷേപിച്ച് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ നോമിനിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെയോ അഡ്വൈസറിനെയോ കണ്ടെത്തി അവർ വഴി നിക്ഷേപിക്കുന്നതായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലത്. ഞങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ടുമായി താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി ടോമിച്ചൻ ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.